നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് വരുന്ന വോയിസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് ഓഡിയോ അത് നമുക്ക് വളരെ ഈസിയായിട്ട് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മ്യൂസിക്കിൽ എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട മ്യൂസിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വോയിസിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. പുതിയൊരു വോയിസ് വേണമെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത്തരത്തിൽ MP3 എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങും സൗകര്യമുള്ള ഒരു ചെറിയ ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നമ്മൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. VX എഡിറ്റർ എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വീഡിയോ എഡിറ്റിങ്ങും തൊട്ടടുത്തായിട്ട് ഓഡിയോ എഡിറ്റിങ്ങും ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ വീഡിയോ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ കട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ അത് വീഡിയോ റിവേഴ്സ് ചെയ്യാൻ, സ്പീഡ് കൂട്ടാൻ, അത് MP4-ൽ നിന്ന് മറ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ രണ്ട് വീഡിയോ ഉണ്ടെങ്കിൽ അത് മെർജ് ചെയ്യാൻ, വലിയ വീഡിയോകൾ കംപ്രസ് ചെയ്യാൻ, വോളിയം കൂട്ടാൻ, ക്രോപ്പ് ചെയ്യാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. തൊട്ടടുത്തായിട്ട് താഴെ ഭാഗത്ത് മ്യൂസിക് ഓപ്ഷൻ ഉണ്ട്, ഓഡിയോ. ആ ഭാഗത്ത് വന്നാൽ ഓഡിയോ കട്ട് ചെയ്യാനും നമുക്ക് ഓഡിയോ റിവേഴ്സിൽ നിന്ന് ഓടിക്കാനും രണ്ട് വോയിസുകൾ മെർജ് ചെയ്യാനും അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്യാൻ, കട്ട് ചെയ്യാൻ, സ്പീഡ് കൂട്ടാൻ തുടങ്ങി ചില വോയിസിനകത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് ഇതിനകത്ത് സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഒരു ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോസും MP3യും ഒരേ സമയം കട്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്പാണ്. ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.